സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരണം 26ആയി. 4 പേരെ കാണാനില്ല. 462 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് 5 ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ഒഴിച്ചുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. അടുത്ത ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കനത്ത കാറ്റിനും സാധ്യതയുണ്ട്. കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്ക് തുടരുകയാണ്. പത്തനംതിട്ടയിൽ മഴയ്ക്ക് ശമനം വന്നെങ്കിലും ആറന്മുളയിലും തിരുവല്ലയിലും വെള്ളക്കെട്ട് തുടരുന്നു. റാന്നി, ആറന്മുള ടൗണിലും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ശശിനാരായണൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ശശിനാരായണൻ, എന്താണ് ജില്ലയിലെ ഇന്നത്തെ അവസ്ഥ? മഴ വിട്ടു നിൽക്കുന്ന സാഹചര്യമാണോ? റെഡ് അലർട്ടായിരുന്നു കഴിഞ്ഞ ദിവസമെങ്കിലും വലിയ മഴ പെയ്തില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ദുരന്തം എന്തായാലും ഇരട്ടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. ഇന്നത്തെ അവസ്ഥ എന്താണ്? പത്തനംതിട്ട ജില്ലയിലെ മഴയ്ക്ക് ശമനമുണ്ട്. കാരണം രാവിലെ മുതൽ വലിയ രീതിയിൽ മഴ മലയോര മേഖലയിൽ പെയ്യുന്നില്ലെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലയിൽ നദിയിലെ പമ്പാ നദിയിലെ അച്ചൻകോവിൽ നദിയിലെയൊക്കെ ജലനിരപ്പ് നദിയിലെയും അതുപോലെ തന്നെ ഈ അച്ചൻകോവിൽ നദിയിലേക്ക് ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച റാന്നിയിൽ പൂർണ്ണമായും വെള്ളം ഇറങ്ങിയ സ്ഥിതിയാണ്. പൂർവ്വസ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട് റാന്നി. അതുപോലെ തന്നെ ആറന്മുളയിലും കഴിഞ്ഞ 4 ദിവസമായി വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വെള്ളം ആറന്മുളയിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. അതേസമയം ഗ്രാമപ്രദേശങ്ങൾ, അത് ആറന്മുളയുടെ സമീപ പ്രദേശങ്ങളെ ഗ്രാമപ്രദേശങ്ങളൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഇതുവരെ മാറിയിട്ടില്ല. അവിടെ താമസിക്കുന്ന ആളുകൾ ഇപ്പോഴും ക്യാമ്പിൽ തന്നെ തുടരുകയാണ്. അവർക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ദുരിതം ഈ 4-5 ദിവസമായി അനുഭവിക്കുന്ന ദുരിതം ഏറ്റവും കൂടുതലുള്ളത് തിരുവല്ല, അപ്പർ കുട്ടനാട് മേഖലയിലാണ്. കുറ്റൂരടക്കമുള്ള മേഖലകളാണ്. അതുപോലെ തന്നെ അമ്പലപ്പുഴയിൽ നിന്ന് തിരുവല്ലയ്ക്ക് വരുന്ന റൂട്ടുകളിലെല്ലാം വെള്ളം കയറിയ സ്ഥിതിയുണ്ട്. വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇതുവരെ ഈ വലിയ കെട്ടിടങ്ങൾക്ക് താഴെയുള്ള വെള്ളം ഇതുവരെ ഇറങ്ങാത്ത ഒരു സാഹചര്യം തിരുവല്ലയിൽ അപ്പർ കുട്ടനാട് മേഖലയുണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പുള്ളത്. മല്ലപ്പള്ളിയിലും തിരുവല്ലയിലുമായി വലിയ രീതിയിലുള്ള ആളുകൾ ഈ ക്യാമ്പുകളിൽ തന്നെയാണ് താമസിക്കുന്നത്. നേരത്തെ ക്യാമ്പുകളിലേക്ക് മാറാത്ത ആൾക്കാരെയും ഇപ്പോൾ പൂർണ്ണമായി ക്യാമ്പിലേക്ക് മാറ്റിയെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ സുരക്ഷിതമായ ഒരു രീതിയിലേക്കാണ് ഇവിടുത്തെ വെള്ളക്കെട്ട് കുറഞ്ഞിട്ടുണ്ടോ? പൂർണ്ണമായും ഏറ്റവും കൂടുതൽ വെള്ളം കയറിയ ഇടങ്ങളിലൊക്കെ ആ കുറവ് വന്നിട്ടുണ്ടോ? ആറന്മുളയിലും റാന്നിയിൽ പൂർണ്ണമായി വെള്ളക്കെട്ട് മാറിയ സ്ഥിതി തന്നെയാണ് ഉള്ളത്. ആറന്മുളയിൽ ചില ഭാഗങ്ങളിൽ മാത്രം, അതായത് അമ്പലത്തിനോട് അടുത്തുള്ള സത്രക്കടവടൊക്കെ വെള്ളം മാറിയ സ്ഥിതിയാണ്. പക്ഷെ അതേസമയം പന്തളം ചെങ്ങൻ റോഡിലേക്ക് ആ ഒരു ചെറിയ വെള്ളക്കെട്ടുണ്ട്. അത് ആ പ്രദേശങ്ങളിൽ, അതായത് നീർവിളാകം അടക്കമുള്ള മേഖലയിൽ വെള്ളം കയറി കിടക്കുന്ന സാഹചര്യമാണുള്ളത്. അവിടെ നിരവധി കുടുംബങ്ങളുമുണ്ട്. പക്ഷെ ആ കുടുംബങ്ങളെല്ലാം ഇപ്പോൾ നിലവിൽ ക്യാമ്പിലാണുള്ളത്. അവരെ തിരിച്ച് ക്യാമ്പിൽ നിന്ന് ഇവിടെ വരാൻ ഇനി ദിവസങ്ങളെടുക്കും. കാരണം വെള്ളം ഇറങ്ങിയെങ്കിൽ മാത്രമേ അവർക്ക് തിരിച്ച് വീടുകളിലെത്താൻ കഴിയുള്ളൂ. അതേസമയം ഏറ്റവും കൂടുതൽ ദുരിതം അപ്പർ കുട്ടനാട് മേഖലയിലാണ്. അത് MC റോഡിൽ വെള്ളം കയറിയത് ഇറങ്ങാൻ വയ്യാത്ത ഒരു സാഹചര്യമുണ്ട്. അവിടെ പൂർണ്ണമായും മിക്ക വീടുകളും തിരുമൂലപുരം എന്ന സ്ഥലത്തെ വീടുകളിലാണ്. ഒരു 10-200 വീടുകൾ ഇപ്പോഴും വെള്ളത്തിന്റെ ഒരു വെള്ളക്കെട്ട് രൂക്ഷമാണ്. അവിടെ വെള്ളം തിരിച്ച് ആ വീടുകളിൽ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം തിരുമൂലപുരം ഭാഗത്ത് തിരുവല്ലയിൽ അപ്പർ കുട്ടനാട് മേഖലയിലുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഭൂരിഭാഗം ആളുകളെയും ക്യാമ്പുകളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. നേരത്തെ ക്യാമ്പുകളിൽ എത്താൻ മടി കാണിച്ചിരുന്ന ആളുകളെ കൂടി ഇതിന്റെ സ്ഥിതിഗതികൾ പറഞ്ഞു മനസ്സിലാക്കി അവരെ തിരിച്ച് വീണ്ടും ക്യാമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. എന്തായാലും 6, 7, 8 3 തീയതികളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ 10-ാം തീയതിക്കൊക്കെ ശേഷമായിരിക്കും, വെള്ളം പൂർണ്ണമായി ഇറങ്ങിയ ശേഷമായിരിക്കും ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾ തിരികെ വീടുകളിലേക്ക് പോകാൻ കഴിയുള്ളൂ. എന്തായാലും ഗതാഗതം പല സ്ഥലങ്ങളിലും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. വൈദ്യുതി ബന്ധവും നേരത്തെ വിച്ഛേദിക്കപ്പെട്ടിരുന്നു. ആ സ്ഥലങ്ങളിലൊക്കെ വൈദ്യുതിയും എത്തിക്കുന്ന നടപടികൾ പുരോഗമിച്ചു വരികയാണ്. എന്തായാലും ജില്ലാ ഭരണകൂടം എല്ലാ കാര്യങ്ങളിലും ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടും എല്ലാം സജ്ജമാണ്. ഏതെങ്കിലും തരത്തിൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അത് നേരിടുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പത്തനംതിട്ട ജില്ലയിൽ പൂർണ്ണമാണ്. ശരി, ശശിനാരായണനാണ് പത്തനംതിട്ടയിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കിയത്. റാന്നിയിൽ വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിവായിട്ടുണ്ട്. ആറന്മുളയുടെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. എന്തായാലും വലിയ ജാഗ്രതയോടുകൂടി തന്നെ ജില്ല മുന്നോട്ട് പോവുകയാണ്. വരും ദിവസങ്ങളിലും മഴയുണ്ടാകും. 6, 7 തീയതികളിൽ, നാളെയും മറ്റന്നാളുമൊക്കെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പറയുന്നുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങളാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.